എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലതുകരം ഉയർത്ത് വീശിക്കൊണ്ട് ഏറ്റു പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. നന്നായിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി വെരി നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 8-ാം തീയതി, ജൂൺ 8-ാം തീയതിയാണ് പെന്തക്കോസ്താ തിരുനാൾ. പെന്തക്കോസ്താ തിരുനാളിന് മുൻപുള്ള വ്യാഴാഴ്ച ജൂൺ 5-ാം തീയതി നമ്മൾ പ്രത്യേകമായി പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിച്ച് നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് +2-ന്റെ റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന കുറച്ച് മക്കളിവിടെ ഉണ്ടെന്ന് അച്ഛൻ തോന്നുന്നു. അവരൊന്ന് കൈ ഉയർത്താവോ? അവരൊക്കെ ഒന്ന് ബാക്കിൽ പോയിരിക്കാതെ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുക. മുമ്പിലിരിക്കുന്നവർക്ക് ആദ്യത്തെ റാങ്ക് കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ അനുവാദമില്ല. നിൽക്കുന്നവർക്ക് ഇരിക്കാൻ അനുവാദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ് കിട്ടുന്നത്? 2 കാര്യങ്ങളാണ് നമ്മൾ അവിടുത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ചത് എന്താണ്? ഈ രൂപാന്തരീകരണം എന്താണ്? ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. നമ്മൾ നേടിയതല്ല, നമുക്ക് നൽകപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രൂപാന്തരീകരണം ആരും സ്വയം നേടിയെടുക്കുന്നില്ല. ഈ മഹത്വീകരണം ആരും സ്വയം നേടിയെടുക്കുന്നതല്ല, ഇത് നൽകപ്പെടുന്നതാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:16. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിന്റെ ദയയാണ്
എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ. അപ്പോൾ ഈ രൂപാന്തരീകരണം നമുക്ക് നൽകപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകപ്പെടുന്നതാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല. നമ്മുടെ കണ്ണ് കിട്ടാൻ നമ്മൾ വല്ല കാശ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു കൊച്ചു പറഞ്ഞു, ഞാനേ നന്നായിട്ട് പഠിച്ച് അധ്വാനിച്ച് നേടിയെടുത്തതാണെന്ന് പറഞ്ഞു. നേടിയെടുത്തതാണ്. അച്ഛൻ ചോദിച്ചു, നിന്റെ കണ്ണ് നീ എങ്ങനെ നേടിയെടുത്തതാണ്? അത് കിട്ടിയതാണ്. നിന്റെ ബ്രെയിൻ നീ എങ്ങനെ നേടിയെടുത്തതാണ്? അത് കിട്ടിയതാണ്. നിന്റെ ഓർമ്മശക്തി നീ എങ്ങനെ നേടിയെടുത്തതാണ്? കിട്ടിയതാണ്. നിനക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെ നേടിയെടുത്തതാണ്? കിട്ടിയതാണ്. പിന്നെ നീ 100 മാർക്ക് കിട്ടിയതാണോ നേടിയെടുത്തത് പറയുന്നത്? ഹല്ലേലൂയ. നിനക്ക് കിട്ടിയ 100 മാർക്കിന്റെ പിറകിലുള്ളതെല്ലാം നിനക്ക് ദാനമായി നൽകപ്പെട്ടതാണ്. കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോഴാണ് ഈ രൂപാന്തരീകരണം നടക്കുന്നത് എങ്കിലും നമ്മൾ എന്ത് മറക്കരുത്? ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ് എന്ന് മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഉള്ളതൊന്നും നമ്മൾ നേടിയെടുത്തതല്ല, നമുക്ക് നൽകപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇനി കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകപ്പെട്ടതാണ്, അല്ലേ? കേട്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം നൽകപ്പെട്ടതാണ്. വിശ്വസിക്കാനുള്ള ഭാഗ്യം നൽകപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന ആരെങ്കിലും നമ്മളുടെ ഇന്നലെ മഴ പെയ്തപ്പോ വെള്ളം അടിച്ചു കയറാതിരിക്കാൻ വേണ്ടി എല്ലാം താഴ്ത്തിയിട്ടതാണ്. ഒന്ന് പൊക്കിയൊക്കെ വെച്ചാൽ കുറച്ച് കാറ്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശുനാമത്തെ കുറിച്ചാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്താലാണ് അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാവുന്നത്. എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ പദ്ധതികളുമായി ഐക്യപ്പെടുത്തണം, ഈശോയുടെ ആഗ്രഹങ്ങളുമായി ഐക്യപ്പെടുത്തണം, ഈശോയുടെ വികാരങ്ങളുമായി ഐക്യപ്പെടുത്തണം. അങ്ങനെ ഐക്യപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തും കിട്ടും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എല്ലാം കിട്ടണം എന്നാഗ്രഹിക്കുന്നവര് ഒന്ന് കരമുയർത്തിയേ. നിങ്ങൾക്കൊന്നൊരാഗ്രഹമില്ലേ? പലരും കൈവക്കിയിട്ടില്ലല്ലോ. യേശു വേണ്ടേ? ഒന്നും വേണമെന്നുണ്ടോ? പക്ഷെ കൈവക്കാൻ ഒരു മടി. ഇതാ കുഴപ്പം. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്കിയേ. വേണ്ടേ? അന്ന് 2 കൈയും പൊക്കി ഒന്ന് കൈയടിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം, നമുക്ക് നന്മയായിട്ടുള്ളതെല്ലാം നമുക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എന്റെ നാമത്തിൽ ചോദിക്കുവിൻ. അപ്പോൾ എന്റെ നാമത്തിൽ ചോദിച്ചാൽ, യേശുനാമത്തിൽ ചോദിച്ചാൽ നമുക്ക് അത് ലഭിക്കും. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? യേശുനാമത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതെന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, എത്രയും ആഴ്ചകളായിട്ട് നമ്മൾ കർത്താവിന്റെ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഈശോയുടെ പദ്ധതികളോട് നമ്മൾ ഹൃദയം ചേർത്ത് വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ 6 ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോയുടെ 7ാമത്തെ ആഗ്രഹമായ
നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 4ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് അച്ഛൻ നടത്താൻ പോകുന്നത്. ഈശോയുടെ 1ാമത്തെ ആഗ്രഹം എന്താണ്? ഈശോയുടെ 1ാമത്തെ ആഗ്രഹം എന്താണ്? എല്ലാവരും കർത്താവിനെ അന്വേഷിക്കണം. 2ാമത്തെ ആഗ്രഹം എല്ലാവരും രക്ഷ പ്രാപിക്കണം. 3ാമത്തെ ആഗ്രഹം എല്ലാവരും അനുതപിക്കണം. 4 നമ്മോടൊത്ത് വിരുന്നാഘോഷിക്കണം. 5 നമ്മൾ വിജയം നേടണം. 6 നമ്മൾ കരുണ കാണിക്കണം. 7 നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ. അപ്പോൾ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമ്മൾ പറഞ്ഞ ഒരു വചനഭാഗമാണ് തെസ്സലോന്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, എന്താണ്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഈശോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അസന്മാർഗികതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയ ദൈവത്തെയാണ് അവഗണിക്കുന്നത്. ഹല്ലേലൂയ. 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 മറ്റൊരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ അച്ഛൻ ഇപ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് വായിച്ച്. 1 കൊറിന്തോസ് 6:15 മുതൽ 1 കൊറിന്തോസ് 6:15 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമുക്ക് ഒന്ന് പഠിക്കാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഹല്ലേലൂയ. തുടർന്ന് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. ക്രിസ്തുവിന്റെ അവയവമായ നിന്റെ കണ്ണ് ആരുടെ കണ്ണാണ്? തരമില്ല. നിന്റെ കണ്ണ് ആരുടെ കണ്ണാണ്? നിന്റെ കണ്ണ് ആരുടെ കണ്ണാണ്? യെസ്, വെരി ഗുഡ്. ഈശോയുടെ കണ്ണുകൊണ്ട് നിനക്ക് മ്ലേച്ഛമായ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാമെന്നോ? ഹല്ലേലൂയ. നിന്റെ നാവ് ആരുടെ നാവാണ്? സ്വരമില്ല. ആരുടെ നാവാണ്? ആരുടെ നാവാണ്?
ഈശോയുടെ നാവ് കൊണ്ട് നിനക്ക് ഒരു മ്ലേച്ഛമായ സംഭാഷണത്തിൽ ഏർപ്പെടാമെന്നോ? നിന്റെ കാത് ആരുടെ കാതാണ്? പോരാ, ആരുടെ കാതാണ്? സ്വരം കുറഞ്ഞു വരുന്നു. നിന്റെ കാത് ആരുടെ കാതാണ്? ഓക്കെ, നിന്റെ ഈശോയുടെ കാതുകൊണ്ട് നിനക്ക് ഒരു വിശുദ്ധിയില്ലാത്ത സംഭാഷണം കേൾക്കാമെന്നോ? അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. വേശ്യയുമായി വീഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ഹല്ലേലൂയ. നമ്മൾ ആരാണ് പ്രിയപ്പെട്ടവരെ? കർത്താവുമായി സംയോജിക്കുന്നവരാണ്. നമുക്കും കർത്താവിനും ഇനി ഒറ്റ ആത്മാവേ ഉള്ളൂ. നമ്മൾ കർത്താവുമായി ഏകാത്മാവായി തീരുന്ന ഒരു സമയമാണ് ആരാധനയുടെ സമയം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ, മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ഈശോയേ, 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 ഈശോയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. പറഞ്ഞേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ സ്വന്തമല്ല. പിന്നെ ഇതാരുടെയാണ്? ഈശോയുടെയാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പറഞ്ഞേ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന വചനത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ നിങ്ങൾ വിശേഷ മൂല്യം കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് എന്നാണ്. 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിശേഷ മൂല്യം കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എന്താണ് വിശേഷ മൂല്യം എന്ന് പറഞ്ഞാൽ? വിശേഷ മൂല്യം എന്ന് പറഞ്ഞാൽ ഈ ഡയറിയുടെ ഓർഡിനറി മൂല്യം എന്ന് പറയുന്നത് 100 രൂപയാണ്.
അപ്പൊ അച്ഛൻ കടയിൽ ഇത് മേടിക്കാൻ ചെന്നപ്പോ വേറൊരാളും മേടിക്കാൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ പറഞ്ഞു അയാൾക്ക് വേണോന്ന് പറഞ്ഞു. വേണ്ട, കുറച്ചും കൂടി നല്ല ഉദാഹരണം പറയാം. പുസ്തകം അച്ഛൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഫ്ലാസ്കിന്റെ വില 1000 രൂപയാണെന്ന് വിചാരിക്കേ. ഓക്കെ, അപ്പൊ ഇത് ആകെ ഒരു പീസ് ഉള്ളൂ, ഇത് ആകെ ഒരെണ്ണം ഉള്ളു. പക്ഷെ അച്ഛനത് അത്യാവശ്യമാണ്. അത്യാവശ്യമായതുകൊണ്ട് അപ്പൊ അയാൾ പറഞ്ഞു വേറൊരാള് ഇത് മേടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് എത്തിയെന്ന് വിചാരിക്കും. അയാൾ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, 1000 രൂപക്ക് വരും, 1500 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വിചാരിച്ചു ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ട് 1500 അല്ല 2000 കൊടുത്തിട്ടാണെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ 2500 തരാമെന്ന്. അപ്പൊ നമ്മൾ ലേലം വിളിക്കുന്ന അങ്ങനെയല്ലേ, കൂട്ടി വിളിച്ചു, ഭയങ്കരമായിട്ട് കൂട്ടി വിളിച്ചു, 2501 തരാന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ അവസാനം അച്ഛൻ ഒരു കാര്യം ചെയ്തു, 5000 രൂപക്ക് ഇത് മേടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ പേടിക്കേണ്ട, അച്ഛന്റെ കയ്യിൽ നിന്ന് കാശൊന്നും പോയിട്ടില്ല. അങ്ങനെ വിചാരിച്ച് അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? എന്ത് വില കൊടുത്ത്? അതിനെ സ്പെഷ്യൽ വില കൊടുത്ത് മേടിച്ചതാണ്. മനുഷ്യനെ വാങ്ങിക്കാൻ ഒരു മനുഷ്യന്റെ വില എത്രയാണ്? ഒരു മനുഷ്യന്റെ വില ഈസ് ഈക്വൽ ടു ഒരു മനുഷ്യന്റെ വില, അല്ലേ? ഒരു മനുഷ്യനെ വാങ്ങിക്കാൻ ഒരു മനുഷ്യനെ കൊടുത്താൽ മതി. പക്ഷേ മനുഷ്യനെ നേടിയെടുക്കാൻ പിതാവായ ദൈവം കൊടുത്ത വില എന്താണ്? ദൈവത്തെ കൊടുത്ത് മനുഷ്യനെ വാങ്ങിച്ചു. ആരുടെ ജീവൻ കൊടുത്താണ് മനുഷ്യന്റെ ജീവൻ വാങ്ങിച്ചത്? ആ ദൈവത്തിന്റെ ജീവൻ കൊടുത്തിട്ട്. ഓക്കെ, ഹല്ലേലൂയ. ഒരാടിനെ മേടിക്കാൻ വേണ്ടി ഒരാനനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. പക്ഷേ മനുഷ്യനെ നേടിയെടുക്കാൻ വേണ്ടി പിതാവായ ദൈവം ചെയ്തത് തന്റെ പുത്രനായ ദൈവത്തെ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇട്ടിരിക്കുന്ന വില എത്രയാണ്? തന്റെ പുത്രന്റെ വിലയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവം ഈ സ്പെഷ്യൽ വില കൊടുത്ത് എന്നെ വാങ്ങിയത്? നമ്മളിത് ഒരു സ്പെഷ്യൽ വില കൊടുത്ത് വാങ്ങിയതിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊരു മൊബൈല് വാങ്ങി, വളരെ വില കൂടിയ പൈസ കൊടുത്ത് ഒരു മൊബൈല് വാങ്ങി. എന്താണ് അതിന്റെ ഉദ്ദേശം? നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റണം, അല്ലേ? നിങ്ങൾ ഭയങ്കര കാശൊക്കെ കൊടുത്ത് ഫോൺ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ഇതിൽ നിന്ന് വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് കോള് പോകുന്നില്ല. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കിയിട്ട് മെസ്സേജ് പോകുന്നില്ല. ആരെങ്കിലും ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് അത് കിട്ടുന്നില്ല. യൂട്യൂബ് നോക്കാന്ന് വിചാരിച്ചിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ 2.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ഫോണാണ്. ഒരു ഗുണവുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നിങ്ങൾ പറയും ഇത് മേടിച്ചത് പുലിവാലായി എന്ന് പറയും, ഇത് മേടിച്ചത് വെറുതെയായി എന്ന് പറയും, ഇതുകൊണ്ട് ഒരു ഗുണമില്ലാതെയായി എന്ന് പറയും, ആ കാശ് പോയി എന്ന് പറയും. പറ്റുകയാണെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് ആ കാശ് തിരിച്ചു മേടിക്കാൻ നോക്കും. അല്ലെങ്കിൽ ഇത് തിരിച്ചു കിട്ടാത്ത കടയിലാണെങ്കിലോ നിങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരിയേറെ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യും. ഉദാഹരണം ക്ലിയർ ആണോ? ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ വളരെ താല്പര്യപ്പെട്ട്, അല്ലെങ്കിൽ അമ്മച്ചിമാർക്ക് പെട്ടെന്ന് നല്ല എന്താണ് ഇന്നൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് കടയിൽ പോയി നിങ്ങൾ കാശ് കൂടുതൽ കൊടുത്ത് 150 രൂപയുടെ അരി, അതിന്റെ പാക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല പളപള തിളങ്ങുന്ന അരി മേടിച്ചുകൊണ്ട് വന്ന് കൊച്ചുങ്ങളോട് പറഞ്ഞു, മകളെ ഇന്ന് ഉച്ചക്ക്
മട്ടൻ ബിരിയാണിയാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുന്നോ, നന്നായിട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരുക്കിയിരുത്തി അവസാനം അമ്മ ഇത് പാക്കറ്റ് പൊട്ടിച്ച് വെള്ളത്തിലിടാൻ നോക്കിയപ്പോ അരി പൂത്തിരിക്കുന്ന അരിയാ. ഇനിയിപ്പോ പോയിട്ട് ഉച്ചക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഇപ്പൊ ക്ലിയർ ആയല്ലേ? ഓ എന്റെ ഈശോയെ. അപ്പൊ ഈ കാശ് കൊടുത്ത് മേടിച്ചത് കൊണ്ട് ഒരു ഗുണമുണ്ടായില്ല. നമ്മെ ദൈവം ഇതുപോലെ തന്റെ വില കൊടുത്തു വാങ്ങിച്ചത് നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്നിട്ട് നമ്മൾ ഈ ദൈവമഹത്വത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ ചീഞ്ഞളിഞ്ഞവരായി അസന്മാർഗികതയിലും അശുദ്ധിയിലും കഴിയുന്നവരാണെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവം എന്ത് പറയും? നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവം പറയും, ഓഹ് വെറുതെ ആയിപ്പോയി അല്ലേ? ഹല്ലേലൂയ. ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതെയായി പോയി എന്ന് ആരെക്കുറിച്ച് പറയും? വിശുദ്ധിയിൽ ജീവിക്കാത്ത മനുഷ്യനെ കുറിച്ച് ദൈവം പറയും. കണ്ണിന്റെ വിശുദ്ധിയും കാതിന്റെ വിശുദ്ധിയും ശരീരത്തിന്റെ വിശുദ്ധിയും മനസ്സിന്റെ വിശുദ്ധിയും ചിന്തയുടെ വിശുദ്ധിയും ഒക്കെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം പറയും, ഇതിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാതെയായി പോയി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ സ്പെഷ്യൽ വില കൊടുത്ത് വാങ്ങിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു എന്ന് സക്കറിയ പ്രവചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68 മുതൽ നമ്മൾ വായിക്കുകയാണ്. ദൈവം മനുഷ്യനെ എന്തിനാണ് സന്ദർശിച്ചത്? എന്തിനാണ് ദൈവം മനുഷ്യനായത്? എന്തിനാണ് അവിടുന്ന് വചനം പ്രഘോഷിച്ചത്? എന്തിനാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്? വൈ? എന്താണ് ഉദ്ദേശം? നമ്മൾ ചോദിക്കില്ലേ, നീ ചെയ്യുന്നതിന്റെയൊക്കെ ഉദ്ദേശം? അങ്ങനെ ചോദിക്കാറുണ്ടോ? നീ കാട്ടിക്കൂട്ടുന്നതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ തന്റെ പ്രവർത്തികളുടെ ഉദ്ദേശം മുഴുവൻ എന്തായിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു. അവിടുന്ന് നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും അബ്രഹത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. തുടർന്ന് വായിക്കട്ടെ. നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നൽകാനുമായിട്ടാണ് അവിടുന്ന് നമ്മെ സന്ദർശിച്ചത്. കൈയടിച്ച് നന്ദി പറയാം. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നത്? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി പരിശുദ്ധിയിലും നീതിയിലും നിർഭയം എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശുദ്ധിയിൽ നീതിയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സന്ദർശിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആരുടെ മനോഭാവമാണ് ഉണ്ടാകേണ്ടത്? ഈ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മോഹങ്ങളുള്ള ശരീരത്തിൽ, ദാഹങ്ങളുള്ള ശരീരത്തിൽ, ജഡിക അഭിലാഷങ്ങളുള്ള ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഒരു മകള് പറഞ്ഞു, അച്ഛാ എന്നെ എന്റെ ഫ്രണ്ട് അവന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തിനാണ് അവൻ വിളിച്ചത്?
അതൊന്നും അറിഞ്ഞുകൂടാ, ചെല്ലാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവന്റെ പേരെന്താണ്? കൃഷ്ണദാസ്. നിന്റെ പേരെന്താണ്? മരിയ തെരേസ്. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. ഓക്കെ, വാട്സപ്പിൽ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ശരി, വാട്സപ്പിൽ കണ്ട് മടുത്തത് കൊണ്ട് ഇപ്പൊ നേരെ കാണാൻ ചെല്ലുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവനൊരു ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവന്റെ വീട്ടിൽ ചെല്ലാൻ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്കുള്ള ക്ഷണത്തെ, ഇൻവിറ്റേഷൻ കാർഡിനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന നമ്മൾ ഈ ഭൂമിയിൽ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോ നീ എന്താണ് ചെല്ലാമെന്ന് പറഞ്ഞത്? നിന്റെ അപ്പനോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പനോടും അമ്മയോട് പറഞ്ഞ കൊന്നുകളയും എന്നെ. ആഹാ, അത് ശരി. അച്ഛനോട് പറഞ്ഞ ബ്ലെസ്സിങ്, അപ്പനോടും അമ്മയോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മകള് ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല, വേറൊരു കാര്യമൊക്കെ പറയാൻ വേണ്ടി, വേറൊരു അസുഖമൊക്കെ പറയാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോ കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോ നീ ഇനി എവിടെയാണ് പോകാനിരിക്കുന്നത് എന്ന് ആത്മാവ് ചോദിച്ചപ്പോൾ അവൾ തുറന്നു പറഞ്ഞതാ. പറഞ്ഞു വരുന്നത്, പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യൻ, നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു ചായ്വുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു മകള് പറഞ്ഞു, അച്ഛാ ഈ കല്യാണം നടക്കില്ല എന്ന് എനിക്കറിയാമെങ്കിലും അങ്ങനെ ഒരു ബന്ധം വന്നപ്പോ അവൻ ഒന്ന് ചുറ്റി നടക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പല പ്രാവശ്യം ചുറ്റി നടക്കുകയും മുറിയെടുത്ത് താമസിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ എനിക്കറിയാം ഈ ബന്ധം നടക്കില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരീരത്തിൽ എങ്ങനെ വ്യാപരിക്കണമെന്ന് പത്രോസ് ലീഹ പറയുകയാണ്. 1 പത്രോസ് 4:1-2 തിരുവചനങ്ങൾ വായിക്കാം. നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ് എന്ന് പത്രോസ് പറയുകയാണ്. 1 പത്രോസ് 4:1-2 തിരുവചനങ്ങൾ. ബൈബിൾ എടുക്കാം, തുറക്കാം, വായിക്കാം. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ഈശോ ഈ ലോകത്തിൽ ഒരു മാലാഖയുടെ ശരീരത്തോടുകൂടെ ആയിരുന്നില്ല, ഒരു മനുഷ്യന്റെ ശരീരത്തോടുകൂടെയാണ് ജീവിച്ചത്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിനക്ക് ആയുധമായിരിക്കട്ടെ. തുടർന്ന്, എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് ശരീരത്തിലുള്ള സഹനമെന്ന് പറയുന്നത്? ശരീരത്തിന് ഒരാഗ്രഹമുണ്ടാകുന്നു. ആ ആഗ്രഹത്തെ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അത് ശരീരത്തിലുള്ള ഒരു സഹനമാണ്. കണ്ണിന് ഒരു മോഹമുണ്ടാകുന്നു. കണ്ണിനെ നിയന്ത്രിക്കുമ്പോൾ അത് കണ്ണിനുള്ള സഹനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആഗ്രഹങ്ങൾ, ചില ദാഹങ്ങൾ, ചില വിശപ്പുകൾ ഉണ്ടാകുന്നു. ജഡത്തിന്റെ ചില വിശപ്പുകൾ ഉണ്ടാകുന്നു. അത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അത് ശരീരത്തിലുള്ള സഹനമാണ്. അങ്ങനെ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. തുടർന്ന് വായിക്കാം. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക്
മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിന് ഒത്താണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്നോടുള്ള കർത്താവിന്റെ ചോദ്യം ഇതാണ്: നീ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണോ ജീവിക്കുന്നത്? എന്താണ് ചോദ്യം? നീ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണോ ജീവിക്കുന്നത്? മിണ്ടാൻ തോന്നിയപ്പോ മിണ്ടി, പോകാൻ തോന്നിയപ്പോ പോയി, ഒരുമിച്ച് താമസിക്കാൻ തോന്നിയപ്പോൾ താമസിച്ചു, പാപം ചെയ്യാൻ തോന്നിയപ്പോൾ പാപം ചെയ്തു, മോശം വീഡിയോ കാണാൻ തോന്നിയപ്പോൾ മോശം വീഡിയോ കണ്ടു, സ്വയംഭോഗം ചെയ്യാൻ തോന്നിയപ്പോൾ സ്വയംഭോഗം ചെയ്തു, സ്വവർഗഭോഗം ചെയ്യാൻ തോന്നിയപ്പോൾ സ്വവർഗഭോഗം ചെയ്തു, മൃഗഭോഗം ചെയ്യാൻ തോന്നിയപ്പോൾ മൃഗഭോഗം ചെയ്തു. അങ്ങനെ മാനുഷിക കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളുമായി വിശുദ്ധിയില്ലാതെ ചാറ്റ് ചെയ്യാൻ തോന്നിയപ്പോൾ ചാറ്റ് ചെയ്തു. അങ്ങനെ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. നീ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവഹിതത്തിനൊത്താണോ ജീവിക്കുന്നത്? ഇതാണ് ചോദ്യം. നമ്മൾ വിജയം വരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? നമുക്ക് എത്ര ശതമാനം കിട്ടണം? നമുക്ക് വെറുതെ ജയിച്ചാൽ പോരാ. ഇപ്പോൾ ഇവിടെ +2 പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളൊക്കെ ആഗ്രഹിക്കുന്നത് മിനിമം എത്രയെങ്കിലും കിട്ടണമെന്നാണ്. ഒരു 90% കിട്ടണം, അല്ലേ? 90 കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തോറ്റേന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ കർത്താവിനോട് വഴക്കാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ 3-4 മാസമായി, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല. എന്താണ്? എനിക്ക് ഡിസ്റ്റിങ്ഷന് 12 മാർക്ക് കുറഞ്ഞുപോയി. ഡിസ്റ്റിങ്ഷന് 12 മാർക്ക് കുറഞ്ഞു. എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോ എനിക്ക് 12 മാർക്ക് കുറവാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ജയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ വേറൊരു വിജയത്തെ കുറിച്ച് പറയാം. ഈശോ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോ വിജയിച്ചത് ഏത് കാര്യത്തിലാണ്? പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിൽ ഞാൻ വിജയിച്ചു. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളും ജയിക്കണം കേട്ടോ. അല്ലേ? ആര് ജയിക്കണം? നമ്മളും ജയിക്കണം. ഈശോ ജയിച്ച കാര്യത്തിലാണ് നമ്മളും ജയിക്കേണ്ടത്. പക്ഷെ ഈശോ ജയിച്ച കാര്യത്തിൽ നമ്മൾ തോറ്റ് തുന്നം പാടി ഇരിക്കുകയാണ്, അല്ലേ? തോറ്റ് തൊപ്പിയിട്ടെന്നോ? തൊപ്പിയിട്ടെന്നോ തുപ്പിയിട്ടെന്നോ? എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തോറ്റിരിക്കുകയാണ്. കൽപ്പനകൾ പാലിച്ച് ഈശോ പറയാണ്, ഞാൻ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് എന്റെ സന്തോഷം പൂർണ്ണമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 1200-ൽ 1200 കിട്ടിയത് കൊണ്ടല്ല ഞാൻ ഹാപ്പി. ഈശോ ഹാപ്പി ആയത് ഏത് കാര്യത്തിലാണ്? പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് പിതാവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയം വരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് നിങ്ങൾക്കുമുണ്ടാകണം. വീട് പണി നടന്നതുകൊണ്ടുള്ള ഹാപ്പിനെസ് അല്ല, കടബാധ്യത മാറിയത് കൊണ്ടുള്ള ഹാപ്പിനെസ് അല്ല, കല്യാണം നടന്നതുകൊണ്ടോ, കൊച്ചിന് സന്താന സൗഭാഗ്യം കിട്ടിയത് കൊണ്ടോ, ജോലി കിട്ടിയത് കൊണ്ടോ ഉള്ള ഹാപ്പിനെസ് അല്ല.
ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ഹാപ്പിനെസ്, അതാണ് എന്റെ ഉള്ളിലുള്ളത്. ആ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ നിങ്ങളിലും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല ജീവിക്കേണ്ടത്, ദൈവഹിതത്തിനനുസരിച്ചാണ്. ദൈവഹിതം, നിന്നെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തിയാക്കിയ കാര്യത്തിൽ നിനക്ക് എത്ര A+ കിട്ടും? നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം പൂർത്തിയാക്കിയ കാര്യത്തിൽ നിനക്ക് എത്ര ശതമാനം കിട്ടും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അത് അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ആവർത്തിക്കട്ടെ. നമ്മൾ പറഞ്ഞു, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന കുറച്ച് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധി ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആഴപ്പെടുത്തുന്നു. വിശുദ്ധിയില്ലാതെയാകുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, ഹോളിനെസ് മേക്സ് us യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ്. പരിശുദ്ധി നമ്മെ ഉപകാരമുള്ളവരും പ്രാപ്തിയുള്ളവരുമാക്കി തീർക്കുന്നു. നമ്മൾ പറഞ്ഞ ഉദാഹരണം എന്തിന്റെ ഉദാഹരണമായിരുന്നു? ഒരു വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടായിരിക്കും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ചെമ്പിന്റെയും അലൂമിനിയത്തിന്റെയും മൺകലത്തിന്റെയും ഒക്കെ പാത്രങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. വില കൂടിയത് വിശിഷ്ടമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നീ നിന്നെ തന്നെ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചാൽ നീ ദൈവത്തിന് പ്രയോജനമുള്ളവൻ, ഉപകാരമുള്ളവളായി തീരും. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ വിശുദ്ധി, കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ എന്റെ കുടുംബത്തിൽ ഉപകാരമില്ലാത്തവളും പ്രയോജനമില്ലാത്തവളും പ്രാപ്തിയില്ലാത്തവളുമായി മാറിയിരിക്കുന്നു. എന്തു പറ്റി? അവര് പറഞ്ഞു, എനിക്ക് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു സഹോദരിയാണ്, എനിക്കൊരു തെറ്റുപറ്റി. അങ്ങനെ തെറ്റുപറ്റിയത് മൂലം ഞാൻ എന്റെ കുടുംബത്തിൽ പ്രയോജനമില്ലാത്തവളായി മാറിയിരിക്കുന്നു. എനിക്ക് എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തവളായി മാറിയിരിക്കുന്നു. എനിക്ക് എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തവളായിരിക്കുന്നു. എനിക്ക് ഒരു തെറ്റ് പറ്റിയത് മൂലം ഞാൻ ഇപ്രകാരം ഒരു ഡിപ്രഷനിലൂടെ ഇപ്പോ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മുടെ വിശുദ്ധമായ ജീവിതം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മരിയ ഗൊരേത്തിയെ ഓർത്തതും അതുപോലെ തന്നെ കാർലോസ് അക്വിറ്റസിനെ കുറിച്ചൊക്കെ ഓർത്തതും അപ്രകാരം ഒരു പശ്ചാത്തലത്തിലാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ റീത്ത പുണ്യവതിയുടെ തിരുനാളാണ്. കേട്ടിട്ടുണ്ടോ റീത്ത പുണ്യവതിയെ കുറിച്ച്? റീത്ത പുണ്യവതി പ്രാർത്ഥിച്ച ആദ്യത്തെ കാര്യം എന്തായിരുന്നു അറിയാവോ? റീത്ത പുണ്യവതിക്ക് 2 മക്കളുണ്ടായിരുന്നു, 2 മിടുക്കന്മാരായ ആൺകുട്ടികൾ. ഇവരുടെ അപ്പനെ ഒരാൾ ചതിച്ചു കൊന്നതാണ്. ഇവരുടെ അപ്പനെ ചതിച്ചു കൊന്നതുകൊണ്ട് അപ്പന്റെ സഹോദരൻ കൊച്ചാപ്പന്റെ വീട്ടിൽ ഈ മക്കളെ നിർത്തി. കൊച്ചാപ്പൻ ഈ മക്കളോട് ഇവരുടെ അപ്പനെ കൊന്നതാരാണെന്ന് പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് കൊന്നതെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ പിള്ളേരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ അപ്പനെ കൊന്നവനോട് പ്രതികാരം ചോദിക്കണം. നിങ്ങളുടെ അപ്പനെ കൊന്നവനെ നിങ്ങൾ വെറുതെ വിടരുത്, കൊന്നു കളയണം എന്ന് പറഞ്ഞ് കൊച്ചാപ്പൻ നല്ല ഉപദേശം കൊടുത്തു. കൊച്ചാപ്പന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവര് 2 പേരും കൊന്നു കഴിയുമ്പോൾ ഇവരെ പിടിച്ച് ജയിലിൽ കിടക്കും. അങ്ങനെ ഇവരുടെ സ്വത്തൊക്കെ കൊച്ചാപ്പന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള കൊച്ചാപ്പൻ ഹല്ലേലൂയ. എന്തായാലും കൊച്ചാപ്പൻ സ്നേഹിച്ച് കൊച്ചുങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മ ഒരു ദിവസം കേട്ടു, ഈ 2 ആമക്കളും കൂടെ ഇവരുടെ അപ്പനെ കൊന്നവനെ കൊല്ലാൻ പദ്ധതിയിടുന്നു. ഈ അമ്മ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, എന്റെ ഈശോയെ, എന്റെ മക്കൾ ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് അവര് മരിക്കാനിടവരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ മക്കൾ ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് അവര് മരിക്കാൻ ഇടവരട്ടെ എന്ന്. എന്തൊക്കെ പാപം ചെയ്താലും അങ്ങനെ വേണോ അച്ഛോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കല്ലേ. നമ്മുടെ പിള്ളേരെ എപ്പ മരിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും റീത്ത പുണ്യവതി പ്രാർത്ഥിച്ചു. ഈ 2 മക്കൾക്കും ഡയേറിയ വന്നു, വയറ്റിളക്കം വന്ന് 2 പേരും മരിച്ചു. ഒരു ദിവസമാണ് മരിച്ചെന്ന് തോന്നുന്നു. 2 പേരും പുണ്യമുള്ളവരുടെ പ്രാർത്ഥനകള് കേൾക്കും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കേൾക്കാത്തത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കള് മരിച്ചാലും കുഴപ്പമില്ല, അവരും വിശുദ്ധരായി മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പുണ്യവതിയുടെ തിരുനാളാണ് ഇന്ന്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വിശുദ്ധമായ ജീവിതത്തെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ നിങ്ങളോട് പറയാതിരുന്ന വിശുദ്ധിയുടെ 2 ഗുണങ്ങൾ കൂടെ ഇപ്പോൾ 3 ഗുണങ്ങൾ കൂടെ അച്ഛൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 5 എണ്ണമാണ് പറഞ്ഞത്. അതിൽ 5-ാമത്തേത്, വിശുദ്ധി നിന്നെ ദൈവത്തിന് A holy life pleases God and produces fruit. വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ നീ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മനുഷ്യനായി മാറും. ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, 6-ാമതായി വിശുദ്ധി നമുക്ക് നിത്യതയുടെ സന്തോഷം തരുന്നു. എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ. വിശുദ്ധി നമുക്ക് എന്ത് തരുന്നു? നിത്യതയുടെ സന്തോഷം തരുന്നു. അശുദ്ധി നമുക്ക് എന്ത് തരുന്നു? താൽക്കാലികമായ സന്തോഷം തരുന്നു. ഹല്ലേലൂയ. വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യതയുടെ സന്തോഷമാണ്. വചനം വായിക്കാം. യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചേ. അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും. എവിടെ? രക്ഷപ്പെട്ട് ആ നിത്യതയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും. ആ വീതിക്ക് എന്ത് വിളിക്കപ്പെടും? സ്വർഗത്തിലുള്ള വഴിയെ വിശുദ്ധ വീതി എന്ന് വിളിക്കപ്പെടും. തുടർന്ന് വായിക്കാം. അശുദ്ധർ അതിലൂടെ കടന്നു പോവുകയില്ല. സ്വർഗത്തിന്റെ വഴിയിലൂടെ ആര് കടന്നു പോവുകയില്ല?
അശുദ്ധർ കടന്നു പോവുകയില്ല. അപ്പോൾ സ്വർഗത്തിന്റെ വഴിയിലൂടെ നമ്മൾ, ബാക്കി പറ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ? കടന്നു പോകുമെന്നോ കടന്നു പോവില്ല എന്ന്? ഹല്ലേലൂയ. സ്വർഗത്തിന്റെ വിശുദ്ധി വീതിയിലൂടെ അശുദ്ധർ കടക്കുകയില്ല. തുടർന്ന് വായിക്കാം. ഭോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല, സിംഹമുണ്ടായിരിക്കുകയില്ല, ഹിംസജന്തുക്കൾ അവരെ ഉപദ്രവിക്കുകയില്ല, രക്ഷിക്കപ്പെടുന്നവർ അതിലൂടെ സഞ്ചരിക്കും, കർത്താവിന്റെ വീണ്ടെടുക്കുന്നവർ തിരിച്ചു വരും, ഗാനാലാപത്തോടെ അവർ സിയോനിൽ പ്രവേശിക്കും, നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും, അവർ സന്തോഷിച്ചുല്ലസിക്കും, ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ദുഃഖവും നെടുവീർപ്പും അകന്നു പോകുമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈ ഉയർത്തിയേ. എല്ലാവരും കൈ ഉയർത്തിയിട്ടുണ്ട്. രണ്ട് കൈ ഉയർത്തി. ദുഃഖവും നെടുവീർപ്പും ഒക്കെ ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവര് കൈയടിച്ച് കർത്താവിന്. അപ്പോൾ ദുഃഖവും നെടുവീർപ്പും മാറണമെങ്കിൽ കർത്താവ് പറയാണ്, ആ വിശുദ്ധ വീതിയിലൂടെ നീ കടക്കണമെങ്കിൽ നീ വിശുദ്ധനായി ജീവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള ആറാമത്തെ ബെനഫിറ്റ്സ് ആണ്, ആറാമത്തെ ഫലമാണ് നിനക്ക് നിത്യതയുടെ സന്തോഷം ലഭിക്കും എന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നീ ചപ്പിന്റെയും ചവറിന്റെയും ഈ ലോകത്തിലുള്ള താൽക്കാലിക സുഖങ്ങളുടെയും പിറകെ പോകുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് നിത്യതയുടെ സന്തോഷമാണ്. ആറാമതായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്റെ കൂടെയുള്ളവര് എല്ലാം പരമ ഉഴപ്പന്മാരാ, ഉഴപ്പത്തികളാണ്. ഞാൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കറങ്ങാൻ പോകാതെ പ്രാർത്ഥന ചൊല്ലി ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ പഠിക്കുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? അവർക്കൊക്കെ മാർക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലാണ്. കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും കൂടെ ഒരു സ്ഥലത്ത് പിക്നിക്കിന് പോയി വന്നിട്ട് എല്ലാം കൂടി പെൺകുട്ടികൾക്ക് പോലും എഴുന്നേറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആൺകുട്ടികൾ ചുമന്നാണ് പെൺകുട്ടികളെ, എന്റെ കൂട്ടുകാരികളെ മുറി കൊണ്ടുവന്നാക്കിയത്. ക്രൈസ്തവ കുടുംബങ്ങളിൽ പിറന്ന കൊച്ചുങ്ങളുടെ കഥയാണ് അച്ഛൻ പറയുന്നത്. കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും കൂടി കോളേജിൽ നിന്ന്, കോളേജ് വക ടൂറല്ല, സ്വന്തം വക വീക്കെൻഡിൽ ടൂർ പോയിട്ട് പെൺകുട്ടികൾ മദ്യപിച്ചിട്ട് അവർക്ക് നേരെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, നേരെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല മുറി എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആൺകുട്ടികൾ ചുമന്നാണ് കൊണ്ടുവന്ന് മുറിയിലാക്കിയിട്ട് പോയത്. ഓക്കെ, ശരി. ഞാൻ ഇതിനൊന്നും പോകാതെ ഈ വിശുദ്ധിയിൽ ജീവിക്കുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാകുമോ? പ്രിയപ്പെട്ട കുഞ്ഞേ, കർത്താവിന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്റെ ഫലമായി നീ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ അച്ഛൻ വായിക്കാം. എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായൊരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. തുടർന്ന് ശ്രദ്ധിക്കുക. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്കടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും
ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. വലതുകരമുയർത്തി വീശിക്കൊണ്ട് വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനമായി എട്ടാമതായി വിശുദ്ധി നിന്നെ ദൈവാരാധനയ്ക്ക് യോഗ്യനാക്കുന്നു, യോഗ്യയാക്കുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട് വിശുദ്ധി എന്നെ ആരാധനയ്ക്ക് യോഗ്യയാക്കുന്നു, യോഗ്യനാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 29:2 വായിക്കാം. നമുക്ക് ആരാധിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു യോഗ്യതയെ കുറിച്ചാണ് പറയുന്നത്. വായിക്കാം. കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ വസ്ത്രം അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരിടുന്ന വസ്ത്രം എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. എല്ലാവരും വെള്ള ഷർട്ടും വെള്ളമുണ്ടും എടുത്തു വരിക എന്നല്ല അതിന്റെ അർത്ഥം. വിശുദ്ധമായ ഒരു മനസാക്ഷിയാകുന്ന വസ്ത്രമെന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത് 15-ാം അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ വായിക്കാം. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ട വിധത്തിൽ കർത്താവിനെ ആരാധിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? വിശുദ്ധിയിൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഒരു വിരുന്നിന്റെ ഉപമ നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവ് ഒരു വിരുന്നൊരുക്കിയിട്ട് ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല. വഴിയരികിലും ഇടവഴിയിലും പെരുവഴിയിലും ഇരിക്കുന്നവരെല്ലാവരെയും കൊണ്ടുവന്ന് എവിടെ ഇരുത്തി? വിരുന്നിനിരുത്തി. രാജാവ് വിരുന്നശാലയിലേക്ക് വന്നപ്പോൾ അവിടെ എന്ത് വിശിഷ്ട വസ്ത്രമില്ലാത്ത ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. കേട്ടിട്ടില്ലേ? ഉപമ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ എങ്ങനെ അയാൾക്ക് വിശിഷ്ട വസ്ത്രം ഉണ്ടാകും? അയാൾ തെരുവീതിയിൽ ഇരുന്ന ആളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തനിക്ക് നല്ല ഷർട്ടില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കാരണം ഈ വിരുന്നിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും എന്തു കൊടുക്കും? വിശിഷ്ട വിവാഹ വസ്ത്രം കൊടുത്തിട്ടാണ് വിരുന്നുശാലയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് തീർച്ചയായും വിവാഹ വസ്ത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അയാളുടെ കയ്യിൽ അതില്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു.
ആ വിവാഹ വസ്ത്രം കളങ്കിതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണെങ്കിലും വിവാഹ വിരുന്നുശാലയായ സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാമോദീസ എന്ന കൂദാശയിലൂടെ വിവാഹ വസ്ത്രം, വിശുദ്ധമായ വസ്ത്രം നൽകിയിട്ടാണ് ഈ വിരുന്നുശാലയിലേക്ക്, സഭയെന്ന് പറയുന്ന വിരുന്നുശാലയിലേക്ക് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. ഈ വിരുന്നുശാലയിൽ വിളമ്പുന്ന വിരുന്നേതാണ്? കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ചിക്കൻ ബിരിയാണി അല്ല. ഈ വിരുന്നുശാലയിൽ വിളമ്പുന്ന വിരുന്ന് ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന വിരുന്നാണ്. ഈ വിരുന്നുശാലയിൽ നമ്മൾ പ്രവേശിക്കുന്നവർ വിളമ്പുന്ന വിരുന്ന് ആരാധന എന്ന് പറയുന്ന വിരുന്നാണ്. ഈ ദൈവ സാന്നിധ്യമാകുന്ന വിരുന്ന് ആസ്വദിക്കാൻ നമുക്ക് വേണ്ട വിവാഹ വസ്ത്രമേതാണ്? വിശുദ്ധി എന്ന് പറയുന്ന വിവാഹ വസ്ത്രമാണ്. ഈ വിശുദ്ധി എന്ന് പറയുന്ന വിവാഹ വസ്ത്രമില്ലാതെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന വിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയില്ല. കിട്ടുന്നുണ്ടോ? ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അതുകൊണ്ടാണ് യജമാനൻ പറഞ്ഞത്, വിവാഹ വസ്ത്രമില്ലാതെ, വിശുദ്ധ വസ്ത്രമില്ലാതെ മോനെ നീ ഇവിടെ ഇരിക്കണ്ട, നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തന്റെ സിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന, ആരാധിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന, ആരാധനയുടെ ദൈവ സാന്നിധ്യത്തിന്റെ വിരുന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ, യുവതി യുവാക്കളായിക്കൊള്ളട്ടെ, ദമ്പതികളായിക്കൊള്ളട്ടെ, സന്യസ്തരോ വൈദികരായിക്കൊള്ളട്ടെ, നമ്മളെല്ലാവരും വിശുദ്ധമായ രീതി, വിശുദ്ധമായ വസ്ത്രത്തോടെ, വിശുദ്ധമായ വിവാഹ വസ്ത്രത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് ഈ വിരുന്നാഘോഷിക്കണമെന്ന്, ഈ വിരുന്നുണ്ണണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച